ഞാനൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അധ്യക്ഷനുമൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ നാടിൻ്റെ സ്വത്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഏറ്റവും നല്ല ആത്മവിശ്വാസം കൊടുത്ത് അവരുടെ ഉള്ളിലുള്ള ആ കഴിവ്, ആ സ്പാർക്ക് പരമാവധി അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അവരെ നേരായ വഴിക്ക് നടത്തിക്കൊണ്ടും നമ്മുടെ രാജ്യത്തെ ലോകത്തെ ഏറ്റവും മികച്ച രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളൊരു കൺസെപ്റ്റോടു കൂടിയാണ് നമ്മൾ ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. ഈ പ്രായത്തിൽ കിട്ടുന്ന അനുഭവമാണ് ജീവിതത്തിലുടനീളം അവരുടെ എല്ലാ ചെയ്തികളിലും പ്രതിഫലിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി കുഞ്ഞുങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴേക്കും ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് ഈ ആശയങ്ങളൊക്കെ ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊക്കെ തന്നെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവരാണ് പലരും. അപ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ സാധ്യതകളും അവിടെ ഉണ്ടാകുന്ന പ്രായോഗിക പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഞങ്ങൾ നേരിട്ടറിഞ്ഞവരാണ് ഈ കോർപ്പറേഷനിലുള്ള ഒരുപാട് കൗൺസിലർമാർ. ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, തുടക്കമെന്നുള്ള നിലയ്ക്ക് കുട്ടികളുടെ കാര്യത്തിൽ സജീവമായൊരു ഇടപെടൽ വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്നും എയ്ഡഡ് സ്കൂളുകളിൽ നിന്നുമായി വിദ്യാഭ്യാസ വകുപ്പ് തന്ന ലിസ്റ്റ് അനുസരിച്ച് 5000 കുട്ടികൾക്ക് ഇത്തവണ ഞങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് കൊടുത്തു. ഒരു ബാഗും കുട്ടികൾക്ക് ആവശ്യമായ നോട്ട്ബുക്ക്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, ടിഫിൻ ബോക്സ്, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ കൊടുക്കുമ്പോൾ സ്റ്റീൽ തന്നെ കൊടുക്കണം, പ്ലാസ്റ്റിക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ പരിപാടി മേയർ കെയർ എന്നുള്ള നിലയ്ക്ക് അനൗൺസ് ചെയ്തപ്പോഴേക്കും 1.5 ദിവസം കൊണ്ട് 5000 ആണ് ഞങ്ങൾ പ്രതീക്ഷിച്ചെങ്കിൽ 5000-ത്തിലപ്പുറം ബാഗുകൾ, കിറ്റുകൾ തരാൻ വേണ്ടി സമൂഹം തയ്യാറായി എന്നുള്ളതാണ് ഇതിലേറ്റവും സന്തോഷകരമായ കാര്യം. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഫണ്ടിൽ നിന്നും 1 രൂപ പോലും ചെലവഴിക്കാതെ സമൂഹത്തിൽ നിന്നും വ്യത്യസ്ത മേഖലകളിൽ നിന്നും സഹായം കിറ്റുകളായി സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. അടുത്ത വർഷം തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിലുള്ള മുഴുവൻ സ്കൂളുകളിലെയും കുട്ടികൾക്ക് ഇതുപോലെ ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം, ഞങ്ങൾക്കൊരാവശ്യം വന്നാൽ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു ഭരണകൂടമുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് അവരുടെ ഉള്ളിൽ പ്രതിഫലിപ്പിക്കുക, വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നൊരു സിസ്റ്റം. തീർച്ചയായിട്ടും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ്, ബഹുമാനപ്പെട്ട മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ ഭരണത്തിലേറെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ ചിട്ടയോടെ വളരെ ഭംഗിയായിട്ട് ഈ പ്രവേശനോത്സവം നടത്തുവാൻ വേണ്ടിയിട്ട് മുൻകൈയെടുത്തു. ഇത് വളരെ വലിയൊരു തുടക്കമാണ്. നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അറിവ് തേടി കുട്ടികൾ, വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക്, തിരുവനന്തപുരത്തേക്ക് എത്തുന്ന നാളുകളായിരിക്കണം നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ട് സെൻറ്റർ ഓഫ് എക്സലൻസിൻ്റെ കേന്ദ്രമായിട്ട് കേരളം മാറണം എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്കുള്ള ഒരു ചവിട്ടുപടിയാകട്ടെ എന്ന് എല്ലാവിധ ആശംസയും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.